ഈ പയ്യനാണെങ്കിൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് പെട്ടെന്ന് വയറിലൊരു വേദന വരാണ്. അവൻ ആ വേദന ഒട്ടും സഹിക്കാൻ പറ്റാവുന്നില്ലായിരുന്നു. എന്നാലും അവളെ കാണിക്കാതിരിക്കാൻ വേണ്ടി അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവളെ കാണാതെ അവൻ അവിടെ നിന്ന് മാറുകയാണ്. അങ്ങനെ മാറിയിട്ട് അവൾ വേദന കൊണ്ട് സഹിക്കപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ അവളെ കാണാത്തതുകൊണ്ട് തന്നെ അവനെ അന്വേഷിച്ചിട്ട് അവൾ അങ്ങോട്ട് വരാണ്. കാണാതും അവൻ വളരെ ഇമോഷണലായിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കെട്ടിപ്പിടിച്ചതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവൻ്റെ വേദന അവൾ അറിയാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അവൻ കെട്ടിപ്പിടിച്ചത് അവളെ. അങ്ങനെ കെട്ടിപ്പിടിച്ച് അവൻ വേദന സഹിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ നിങ്ങൾ ഫിയാൻസിയൊക്കെ ആയിരിക്കും, പക്ഷേ ഇപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപയാണ് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്കൊരു സംശയം തോന്നാതിരിക്കാനായിട്ട് വിളിച്ചിട്ട് റൂമിൻ്റെ അകത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മെഡിസിനൊക്കെ കഴിച്ചിട്ടൊന്ന് ആശ്വാസമാവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവനൊട്ടും വേദന കൺട്രോൾ ആവാൻ പറ്റുന്നില്ല. ആ സമയത്ത് തന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവിടേക്ക് വരികയാണ്. അവളെ കാണാതെ അവൻ എങ്ങനെയൊക്കെ ആ റൂമിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. റൂമിൽ നിന്ന് പുറത്ത് പോയിട്ട് അവൻ വെളിയിൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ ആരും കാണാതെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവന് നല്ല രീതിയിൽ ചുമയൊക്കെ വരുന്നുണ്ട്. ചുമയ്ക്കപ്പോഴത്തേക്കും അവൻ്റെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരാം. അതൊരു ടവൽ കൊണ്ട് തുടച്ചെടുക്കുകയാണ് അവൻ ആക്ച്വലി ക്യാൻസറാണ്. ആ ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യം അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് ഒന്നും തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് അവളടുത്ത് പറയണമെന്നുള്ളത് അവനും അറിയില്ലായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെ താങ്ങാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് അവൻ അവളടുത്ത് നിന്നെല്ലാം മറച്ചു വെക്കുകയായിരുന്നു. പക്ഷേ ഇവനിങ്ങനെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നതെല്ലാം വേറൊരാൾ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ ഇവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അവൻ്റെ ഷട്ടിൽ പിടിച്ചിട്ട് അവൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, നിനക്ക് എൻ്റെ അവിടെ ഫൈറ്റ് ചെയ്ത് പോലും നിൽക്കാൻ പറ്റുന്നില്ല, നിനക്ക് നിന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നീ എങ്ങനെയാണ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ പയ്യൻ്റെ അടുത്ത്. എന്നിട്ട് അവനാണെങ്കിൽ വളരെ ഇമോഷണലായിട്ട് പറയണേ, എൻ്റെ ഹാർട്ടോ കണ്ണോ ലിവറോ കിഡ്നിയോ എന്ത് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം, നീ പെട്ടെന്ന് ക്യൂറാവണം, നിനക്ക് ക്യാൻസർ ആണോ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ വേദന ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ തല ഇറങ്ങി അവൻ്റെ മുമ്പേ തന്നെ വീഴുന്നുണ്ട്. താങ്ക് യു.